ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതുപോലുള്ളൊരു എമർജൻസി ലൈറ്റ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായി തോന്നുകയും അവർ കമൻറ്റിലും വാട്സാപ്പിലും മെസ്സേജൊക്കെ അയച്ച് ഫോൺ വിളിച്ചും ഒക്കെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൻ്റെ അന്ന് ചെയ്ത ആ എമർജൻസി ലൈറ്റിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു എമർജൻസി ലൈറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇറക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എമർജൻസി ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള കേട് വന്ന ഒരു LED ബൾബാണ്. അതുപോലെ തന്നെ നമുക്കൊരു കേട് വന്ന ലാപ്ടോപ്പിൻ്റെ ബാറ്ററികൾ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ബാറ്ററീസ് ചാർജ് ചെയ്യാനായിട്ട് ഇതുപോലുള്ളൊരു ചാർജിങ് പോർട്ട് വേണം. പിന്നെ നമ്മുടെ എമർജൻസി ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് ഇതുപോലുള്ളൊരു ചെറിയൊരു ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള LED സ്ട്രിപ്പ്. നമ്മുടെ എമർജൻസി ലൈറ്റ് ചാർജ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഒരു LEDയും അതുപോലെ തന്നെ അതിന് ഡ്രൈവ് ചെയ്യാനായിട്ടൊരു IN4007 ഡയോഡും വേണം. അതുപോലെ തന്നെ നമ്മുടെ ഈ എമർജൻസി ലൈറ്റിൻ്റെ ഒരു കേസിങ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു PVCയുടെ ഒരു ക്യാപ്പാണ്. അടിഭാഗത്തായിട്ട് ഞാൻ ഒരു ജ്വല്ലറി ബോക്സിൻ്റെ ക്യാപ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ LED ബൾബിൻ്റെ ഹോൾഡർ പാർട്ട് റിമൂവ് ചെയ്ത് കളയണം. ഫ്രണ്ട്സ്, അപ്പോൾ ഹോൾഡർ പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഈ വയറുകളൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ പഴയ LED ബൾബ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമ്മുടെ ബൾബിൻ്റെ ഉള്ളിൽ പഴയ ഇതുപോലെയുള്ള ഒരു PCB കാണാം. അതൊക്കെ നമുക്ക് ഇതുമാതിരി റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. അടുത്തായിട്ട് നമ്മുടെ ബൾബ് ഈ കേസുമ്പോൾ നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ബൾബിൻ്റെ ഹോൾഡർ പാർട്ട് കറക്റ്റ് അളവ് എടുത്തതിന് ശേഷം സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഹോൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബൾബ് വെച്ച് നോക്കാം. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് ഇതുമ്പോൾ പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ സ്വിച്ചിൻ്റെ ഡൈമെൻഷൻ അനുസരിച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഹോൾ ഇട്ടുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പീസൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ബ്ലേഡ് ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് കേസിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. ഓക്കെ, നമ്മുടെ സ്വിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചാർജിങ് പോർട്ടാണ് വെക്കേണ്ടത്. അതിനും നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് എമർജൻസി ലൈറ്റിൻ്റെ LEDs നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിനായിട്ട് നെഗറ്റീവും പോസിറ്റീവും 2 വയറുകൾ എടുത്തതിന് ശേഷം സോൾഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വയറുകൾ താഴോട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഒരുപാട് സമയം ലൈറ്റ് ഓൺ ആയിരിക്കുമ്പോൾ നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കത് ഒഴിവാക്കാനായിട്ട് ഒരു തെർമൽ കോമ്പൗണ്ടും അതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂവും ഉപയോഗിച്ചിട്ട് LEDs ഈ കേസുമ്പോൾ നമുക്കിങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ എമർജൻസി ലൈറ്റിൻ്റെ കേസിങ്ങിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കണക്ഷൻസൊക്കെ വയർ ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ വയറിംഗ് ആണ്. നമ്മുടെ ഇന്നത്തെ എമർജൻസി ലൈറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് ബാറ്ററീസൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കാത്ത ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബാറ്ററി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 3.64 ഹെൽത്തി ബാറ്ററിയാണ്. അപ്പോൾ അടുത്ത ബാറ്ററി നമുക്ക് ഇതുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ 2.57 വോൾട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ എല്ലാ ബാറ്ററികളും പാരലായിട്ട് ഒന്ന് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എമർജൻസി ലൈറ്റ് ചാർജ് ചെയ്യുമ്പോൾ ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ LED. അപ്പോൾ ഇതിൻ്റെ 2 വയറുകൾ നമ്മൾ സോൾഡർ ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചാർജിങ് ഇൻഡിക്കേറ്റർ LED നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുകയാണ്. അടുത്തായിട്ട് ബാറ്ററി, ചാർജിങ് പോർട്ട്, സ്വിച്ച്, ചാർജിങ് ഇൻഡിക്കേഷൻ, LED സ്ട്രിപ്പ് എല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ എല്ലാ വയറുകളും ഇതുപോലെ സോൾഡർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ബാറ്ററി നമ്മുടെ കേസിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ജ്വല്ലറി കണ്ടെയ്നറിൻ്റെ ക്യാപ്പും ബൾബിൻ്റെ ഡിഫ്യൂസറും സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ എമർജൻസി ലൈറ്റ് എന്ന പ്രൊജക്റ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എമർജൻസി ലൈറ്റ് നല്ല പ്രകാശം പരത്തുന്നുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബിന്റെ സെയിം ലൈറ്റ് തന്നെയാണ് നമ്മുടെ ഈ എമർജൻസി ലൈറ്റിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് നമ്മുടെ എമർജൻസി ലൈറ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജിങ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു USB ചാർജർ ഉണ്ടെങ്കിൽ നമ്മുടെ എമർജൻസി വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ ആണ്. മൾട്ടി കളർ LED ഇങ്ങനെ മാറി മാറി കത്തുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തായി കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു കിടിലൻ തകർപ്പൻ വെറൈറ്റി വീഡിയോയുമായി വരുമ്പോഴേക്കും ഗുഡ് ബൈ ഫോർ നൗ.